നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. മലബാറിന്റെ രാഷ്ട്രീയ സിരകളിൽ ഇത്തവണ വിപ്ലവമല്ല, വീറും വാശിയും കലർന്ന പോരാട്ടമാണ് പുകയുന്നത്. ഉറച്ച ഇടതുകോട്ടയെന്ന് CPM അവകാശപ്പെടുന്ന ബേപ്പൂർ, ആ കോട്ടയുടെ കാവൽക്കാരനായി മന്ത്രി മുഹമ്മദ് റിയാസ് നിൽക്കുമ്പോൾ മറുഭാഗത്ത് പടം നയിക്കുന്നത് മറ്റാരുമല്ല, CPMന്റെ സൈബറിടത്തിലെ നാവും കടന്നലുകളുടെ രാജാവുമായിരുന്ന PV അൻവർ. ബേപ്പൂർ കടലിലെ തിരമാലകളെക്കാൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണോ വരാനിരിക്കുന്നത്? നമുക്ക് വിശകലനം ചെയ്യാം. ഒരു വശത്ത് മുഹമ്മദ് റിയാസ്, CPMന്റെ സംഘടനാ കരുത്തിന്റെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും കരുത്തുമായി ജനവിധി തേടുന്ന മന്ത്രി. ഭരണ തുടർച്ചയുടെയും വികസന കുതിപ്പിന്റെയും മുഖമായി അദ്ദേഹം മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ കോട്ട കാക്കുക എന്നത് CPMന് വെറുമൊരു പോരാട്ടമല്ല, അതൊരു അഭിമാന പ്രശ്നമാണ്. മറുഭാഗത്ത് PV അൻവർ, നിയമസഭയ്ക്കകത്തും പുറത്തും കൊടുങ്കാറ്റായി മാറിയ നിലമ്പൂരിലെ മുൻ സുൽത്താൻ. ആര്യാടന്മാരുടെ കുടുംബവാഴ്ചയെ തകർത്തെറിഞ്ഞ് ചെങ്കൊടി പറിച്ച ആ പോരാട്ട വീര്യവുമായാണ് അൻവർ ഇത്തവണ ബേപ്പൂരിലെ കടപ്പുറത്തിറങ്ങുന്നത്. CPMന്റെ ഓരോ തന്ത്രത്തിനും മറുതന്ത്രം മെനയാൻ കെൽപ്പുള്ള ഇടതുകോട്ടകളുടെ വിള്ളലുകൾ കൃത്യമായി അറിയുന്ന ഒരു പഴയ പടയാളി ഇന്ന് UDF പാളയത്തിലാണ്. ബേപ്പൂർ എന്ന മണ്ഡലത്തിന് വ്യക്തമായ ഒരു സ്വഭാവമുണ്ട്. 1982 ശേഷം ഇവിടെ മറ്റൊരു കൊടി പാറാൻ CPM അവസരം നൽകിയിട്ടില്ല. TK ഹംസ മുതൽ ഇളമരം കരീം വരെയും VKC മുഹമ്മദ് കോയ മുതൽ മുഹമ്മദ് റിയാസ് വരെയും നേടുന്ന CPM ആധിപത്യം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ PM നിയാസിനെ 28,747 വോട്ടുകൾക്ക് തറപറ്റിച്ചാണ് മുഹമ്മദ് റിയാസ് മണ്ഡലം നിലനിർത്തിയത്. എന്നാൽ ചരിത്രം എപ്പോഴും ആവർത്തിക്കാനുള്ളതല്ല എന്ന് തെളിയിക്കാനാണ് UDF ഇത്തവണ അൻവറിനെ ഇറക്കുന്നത്. CPMന്റെ ഉറക്കം കെടുത്തുന്ന ചില കണക്കുകൾ ബേപ്പൂരിലുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ സെഗ്മെന്റിൽ UDFന്റെ MK രാഘവൻ വ്യക്തമായ ലീഡ് നേടിയിരുന്നു. അതിലും ഞെട്ടിക്കുന്നതായിരുന്നു 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ബേപ്പൂരിലെ പല വാർഡുകളിലും ഇടതുകോട്ടകൾ വിറച്ചു. ഈ കണക്കുകളാണ് PV അൻവറിനും UDFനും വലിയ പ്രതീക്ഷ നൽകുന്നത്. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണമികവിന്റെയും വികസനത്തിന്റെയും ഉറകല്ലാണ്. മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന് LDF വിശ്വസിക്കുന്നു. എന്നാൽ PV അൻവറിന്റെ വരവ് കളി മാറ്റുകയാണ്. മുസ്ലിം ലീഗ് വോട്ടുകൾക്കപ്പുറം CPMലെ അസംതൃപ്തിയും അൻവറിന് സ്വാധീനിക്കാൻ കഴിയുമെന്ന ഭയം LDFനുണ്ട്. തന്റെ പുതിയ പാർട്ടിയും UDFന്റെ സംഘടനാ കരുത്തും ചേരുമ്പോൾ ബേപ്പൂർ പിടിക്കാമെന്ന് അൻവർ കണക്കുകൂട്ടുന്നു. എന്തുകൊണ്ടാണ് CPMന്റെ ഈ ഉറച്ച കോട്ടയിൽ PV അൻവർ എന്ന പുറംനാട്ടുകാരനെ UDF കളത്തിലിറക്കിയതെന്ന് ചോദിച്ചാൽ അതിനു പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ കണക്കൂട്ടലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നോക്കാം. 1. ന്യൂനപക്ഷ വോട്ടുകളിലെ സ്വാധീനമാണ്. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ബേപ്പൂർ. ഇത്തവണ ലീഗ് അണികൾക്കിടയിൽ അൻവറിനുള്ള സ്വീകാര്യത UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. മണ്ഡലത്തിലെ പ്രമുഖ ലീഗ് നേതാക്കളെ നേരിൽ കണ്ട അൻവർ ഇതിനോടൊപ്പം തന്നെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. ലീഗ് നേതൃത്വം അൻവറിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുന്നത് UDFന് വലിയ ആശ്വാസമാണ്. CPM വിട്ട് അൻവറിനെ കോൺഗ്രസ് കൂടെ കൂട്ടുന്നതിന് മുന്നേ ചേർത്ത് നിർത്തിയത് ലീഗ് നേതൃത്വമാണ്. 2. LDFനുള്ളിലെ അസംതൃപ്തി. മുഖ്യമന്ത്രിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ CPMന്റെ താഴെത്തട്ടിലുള്ള ചില പ്രവർത്തകർക്കിടയിലെങ്കിലും ചർച്ചയായിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ അൻവറിന്റെ പ്രസംഗശൈലിക്ക് കഴിയുമെന്ന് UDF കരുതുന്നു. അൻവറിന്റെ നിലവിലെ രാഷ്ട്രീയ പോരാട്ടം പിണറായിക്കും മന്ത്രി റിയാസിനുമെതിരെയാണ്. 3ാമത്തെ കാരണം തീരദേശത്തെ സ്വാധീനമാണ്. ബേപ്പൂരിലെ നിർണായകമായ മത്സ്യത്തൊഴിലാളി വോട്ടുകളാണ് അൻവറിന്റെ കണ്ണ്. ഇതിനോടകം തന്നെ കടലോര മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം അൻവറിന്റെ പോരാട്ട വീര്യമാണ്. നിലമ്പൂരിൽ ഇടതു സ്വാതന്ത്ര്യം വന്ന് ആര്യാട് കുടുംബത്തിന്റെ ആധിപത്യം തകർത്ത ചരിത്രമാണ് അൻവറിനുള്ളത്. ആ ജെയിൻ കില്ലർ പ്രതിച്ഛായ ബേപ്പൂരിലും ആവർത്തിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കൂട്ടുകൾ. ബേപ്പൂർ CPMന്റെ കോട്ടയാണെങ്കിൽ നിലമ്പൂർ ഒരു കാലത്ത് UDFന്റെ കോട്ടയായിരുന്നു. 2016 ആ കോട്ട തകർത്ത അൻവറാണ് 2026 ബേപ്പൂർ കോട്ട വിളിക്കാൻ എത്തുന്നത്. CPMന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ അൻവറിന് കഴിയുന്നത് തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. എന്നാൽ PV അൻവർ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ മുഹമ്മദ് റിയാസിനും വ്യക്തമായ തന്ത്രങ്ങളുണ്ട്. റിയാസിന് അനുകൂലമായ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് വികസന നായകൻ എന്ന പ്രതിച്ഛായയാണ്. മന്ത്രി എന്ന നിലയിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റിയാസിന് വലിയ മൈലേജ് നൽകുന്നു. ബേപ്പൂർ തുറമുഖത്തിന്റെ നവീകരണം, ടൂറിസം പദ്ധതികൾ, റോഡ് വികസനം എന്നിവ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. 2. LDFന്റെ സംഘടനാ ശക്തി. ബേപ്പൂരിലെ CPMന്റെ കേഡർ സംവിധാനം അതിശക്തമാണ്. ബൂത്ത് തലത്തിലുള്ള മൈക്രോ മാനേജ്മെന്റിൽ CPM ഏറെ മുന്നിലാണ്. അൻവർ ഉയർത്തുന്ന വ്യക്തിപരമായ ആരോപണങ്ങളെക്കാൾ പാർട്ടി സംവിധാനത്തിന്റെ കരുത്താണ് റിയാസിന്റെ ഏറ്റവും വലിയ പിൻബലം. 3ാമത്തെ ഘടകം യുവജന സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വീകാര്യതയാണ്. യുവ നേതാവ് എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും റിയാസിന് യുവാക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും വലിയ ആരാധക വൃന്ദമുണ്ട്. സഭ്യത വിടാത്ത അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരശൈലിയും വോട്ടർമാരെ ആകർഷിക്കുന്ന ഘടകമാണ്. ചുരുക്കത്തിൽ ബേപ്പൂരിലെ പോരാട്ടം വ്യക്തികൾ തമ്മിലല്ല, മറിച്ച് രാഷ്ട്രീയ അസ്തിത്വങ്ങൾ തമ്മിലുള്ളതാണ്. CPMനിത് അഭിമാന പോരാട്ടമാണെങ്കിൽ PV അൻവറിനിത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇടത് കോട്ടകൾ ഇളകുമോ അതോ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ചെങ്കൊടി തന്നെ ഇവിടെ പാറിപ്പറക്കുമോ? ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ അതോ ചരിത്രം ആവർത്തിക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബേപ്പൂരിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ വിരൽത്തുമ്പിലുണ്ട്. ആ വിധി വരുന്നതുവരെ രാഷ്ട്രീയ കേരളത്തിന് ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്.